ആസിഫ് അലിയുടെ ചിത്രമാണ് കിഷ്കിന്ത കാണ്ഡം. ഞാൻ ആ സിനിമ കണ്ടില്ല. ആദ്യമേ അങ്ങ് പറയുകയാണേ, ഞാൻ ആ സിനിമ കണ്ടില്ല. മുൻകൂർ ജാമ്യം ചോദിച്ചു, ഞാൻ തന്നിരിക്കുന്നു മുൻകൂർ ജാമ്യം. അപ്പോൾ ശ്യാം ആ സിനിമ കണ്ടു. ശ്യാമിന് ആ സിനിമയെ കുറിച്ച് എന്തൊക്കെയോ പറയാനുണ്ട് അല്ലേ? സിനിമയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള മിസ്റ്ററി ക്രൈം ത്രില്ലർ എന്ന രീതിയിലാണ് ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. മൗത്ത് പബ്ലിസിറ്റി എന്നാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ വ്യാപകമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് മൗത്ത് പബ്ലിസിറ്റി അല്ല. ഇവിടുത്തെ എല്ലാ റിവ്യൂവേഴ്സും ഈ സിനിമ ഗംഭീരം എന്ന് ആദ്യഘട്ടം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൗത്ത് പബ്ലിസിറ്റി ആണെന്നാണ് ഇവിടെ അണിയറ പ്രവർത്തകർ പറയുന്നത്. അത് അവരുടെ ബ്രില്യൻസ്. അതായത് ആളുകൾ കണ്ട ആളുകൾ അവരുടെ മൗത്ത് പബ്ലിസിറ്റിയിൽ കൊള്ളാമെന്ന് പറഞ്ഞ് ആ സിനിമ ആദ്യഘട്ടത്തിൽ മുതൽ പതിയെ പോയ സിനിമ ഇപ്പോൾ വളരെ ഗംഭീരമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവർ പറഞ്ഞിരിക്കുന്ന ബ്രില്യൻസ്. ഇത് അങ്ങനെ ഒന്നുമല്ല. ഇത് തുടക്കം മുതലേ ആദ്യഘട്ടം മുതലേ ഇവിടുത്തെ എല്ലാ റിവ്യൂവേഴ്സും ഇത്രയും വലിയ ലോക സിനിമയിൽ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒന്ന് മലയാള സിനിമയിൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ദിൻജിത്ത് അയ്യത്താൻ, അദ്ദേഹമാണ് അതിൻ്റെ സംവിധായകൻ. അദ്ദേഹത്തിന്റെ പടം കക്ഷി അമ്മണിപ്പിള്ള വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങി, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞു സിനിമ, വളരെ മനോഹരമായിട്ടുള്ള കുഞ്ഞു സിനിമയാണ്. അതായത് ഒരാള് തനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഭാര്യയെ തന്റെ മുകളിൽ ബന്ധുക്കൾ കെട്ടിവെച്ചു എന്ന ചിന്തയിൽ ഡിവോഴ്സ് വാങ്ങാൻ വേണ്ടി കോടതിയിൽ കയറി ഇറങ്ങുകയും അതൊരു അഭിഭാഷകൻ അയാളുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് എടുത്തുകൊണ്ട് ആ കേസിനെ മുന്നോട്ട് പോവുകയും ദെൻ ഈ അഭിഭാഷകൻ ഇവരെ വേർപിരിക്കാൻ വന്ന അഭിഭാഷകൻ തന്നെ ഇവരെ ചേർത്ത് വെക്കുകയും ആ ചേർത്ത് വയ്ക്കലിൽ ഇതാണ് എൻ്റെ ഭാര്യ എന്ന് പൂർണ്ണാർത്ഥത്തിൽ ആ ഡിവോഴ്സ് വാങ്ങാൻ നടന്ന ആള് പൂർണ്ണാർത്ഥത്തിൽ തന്റെ ഭാര്യയെ ഉൾക്കൊള്ളുക, അയാൾ പോലും അറിയാതെ അയാളിലേക്ക് അഭിഭാഷകൻ ചേർത്ത് വെച്ചു. ആസിഫ് അലി ആയിരുന്നു അഭിഭാഷകൻ. ഇങ്ങനെ ഒരു നല്ല മനോഹരമായിട്ടുള്ള സിനിമ. അല്ല, കുട്ടിയുടെ പേര് ഞാൻ വിട്ടുപോയി. അപ്പോ അതാണ്, അതായത് അങ്ങനെ ഒരു മനോഹരമായിട്ടൊരു കുഞ്ഞു സിനിമയായിരുന്നു. അത് വലിയ പ്രേക്ഷകർ അധികം ശ്രദ്ധിച്ചില്ല. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കാതെ പോയി എന്ന് ഞാൻ പറയില്ല. എല്ലാവരും അതിങ്ങനെ എല്ലാവരിലേക്കും എത്തപ്പെടാൻ ആ സിനിമയ്ക്ക് സാധിച്ചില്ല. ടിവിയിലാണ് കണ്ടത്. ഞാൻ തിയേറ്ററിൽ കണ്ടത്. നല്ല പടമായിരുന്നു, ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ റിലീസിന് പോയി കണ്ട സിനിമയാണത്. ഞാൻ ഒരുമാതിരിയൊക്കെ സിനിമകൾ പോയി കാണാറുണ്ട്. അപ്പൊ ഈ സിനിമയുടെ പ്രത്യേകത ഇത് ഇങ്ങനെ വന്ന് തള്ളിമറിക്കുകയാണോ? ഒരുമാതിരിയൊക്കെ തള്ളിമറിപ്പിനകത്ത് നടക്കുന്നുണ്ട്. അത് പൂർണ്ണാർത്ഥത്തിൽ അവർ പറയുന്നത് ഭയങ്കര ബ്രില്യൻസ് ആണ് എന്നാണ് പറയുന്നത്. ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ ബ്രില്യൻസ് ഉണ്ട്. എന്നാ രണ്ട് ക്രൈം നടന്നു. അത് രണ്ടും നടക്കുന്നത് ഒരേ ദിവസമാണ്. ആ ക്രൈം നടന്നതിൽ ഇത് സ്പോയിലർ ആവാൻ പാടില്ല, സ്പോയിലർ എന്ന് പറയുന്നില്ല, ഒരു വൺ ലൈൻ പോലെ ഞാൻ പറയാം. രണ്ട് ക്രൈം നടന്നു. ആ രണ്ട് ക്രൈം നടന്നതിൽ സംഭവിച്ച രണ്ട് ക്രൈം അറിയാവുന്ന രണ്ടുപേർ മരണപ്പെട്ടു. ഒരാൾക്ക് ഓർമ്മയില്ല, ഒരാൾക്കാണെങ്കിൽ ഈ പറയുന്ന പോലെ ക്രൈം പുറത്തു വരാനും പാടില്ല, അറിയാനും പാടില്ല. ഒരാൾക്ക് ക്രൈം പുറത്തു വരുന്നത് അറിയാൻ പാടില്ല, ഒരാൾക്ക് മെമ്മറി ഇല്ല, അതായത് അടുത്ത നിമിഷം അയാളെല്ലാം മറന്നുപോകും. പിന്നെ ഈ ക്രൈം അറിയാവുന്ന മറ്റു രണ്ടുപേർ മരണപ്പെട്ടു പോവുകയും ചെയ്തു. ഇതാണ് സംഗതി. അപ്പോ ഇതിൽ പറയുന്ന നാലാമത്തെ ആള്, അതായത് എല്ലാം ഓർമ്മയുണ്ട് പക്ഷെ ആരും ഒന്നും അറിയാൻ പാടില്ല എന്ന് ശ്രമിക്കുന്ന ഒരാള്, അയാളിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അയാളിലും ഓർമ്മയില്ലാത്ത, ഈ ക്രൈമിനെ കുറിച്ച് അറിയാം എന്നാൽ ഓർമ്മ നഷ്ടപ്പെടുന്ന ഇയാളുടെ അഭിനയ പാടവത്തിലൂടെയുമാണ് സിനിമയുടെ മുന്നോട്ട് പോകുക. ആദ്യഘട്ടം മുഴുവൻ അത് എഴഞ്ഞാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. വളരെ താളത്തിൽ പോവുകയാണ്. ഇത് വളരെ ചിന്തിച്ചാൽ മാത്രമേ സാധാരണ പ്രേക്ഷകനെ ഈ സിനിമ അധികം ദഹിക്കില്ല. സാധാരണ പ്രേക്ഷകൻ ഈ സിനിമ കണ്ടിട്ടില്ല. സാധാരണ ഒരു പ്രേക്ഷകന് ദഹിക്കില്ല. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു സിനിമ എന്ന രീതിയിലാണ് ഇതിനെ പുറത്ത് റിവ്യൂവേഴ്സ് പറയുന്നത്. അങ്ങനെയല്ലേ സിനിമ? അല്ല, എല്ലാവർക്കും അത് ദഹിക്കില്ല. എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. ഒരിക്കലും അല്ല. അതിപ്പോ ഇത് പറഞ്ഞതിന്റെ പേരിൽ മിക്കവാറും എനിക്ക് പൂരപ്പാട്ടായിരിക്കും. ഇന്ന് കൊടുങ്ങല്ലൂർ ഉത്സവമായിരിക്കും എന്റെ ഫോണിൽ. കൊടുങ്ങല്ലൂർ വരടി ആയിരിക്കും ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. പക്ഷെ ഇത് അങ്ങനെയാണ്. അത് അങ്ങനെയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് എന്റെ ചോദ്യം, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? സിനിമ പറയുന്ന ആ പതിഞ്ഞ താളത്തിൽ പോകുന്ന ഈ പറയുന്ന സാധനം, ഇതാണ് ഇതിന്റെ ഉള്ളിൽ ഉള്ളത്.
ഈ ഉള്ളിലുള്ളതിനെ സാധാരണ പ്രേക്ഷകനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്നില്ല സിനിമ. പല പല ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല സിനിമയ്ക്ക്. പല പല ചോദ്യങ്ങളുണ്ട് സിനിമയിൽ. സിനിമ തന്നെ മുന്നോട്ട് വെക്കുന്ന, എന്നാൽ ഇപ്പോൾ നമുക്ക് അത് ഉത്തരം തരും. അടുത്ത സ്പോട്ടിൽ ആ സിനിമയിലെ ഇന്ന ചോദ്യത്തിന് നമുക്ക് മുന്നിൽ മുന്നോട്ട് വെച്ച ചോദ്യങ്ങൾക്ക് സിനിമ കുറെ ചോദ്യങ്ങൾ നമുക്കിടയിലോട്ട് വെച്ചിരുന്നു. അത് വെച്ച് തരുന്നതെല്ലാം ഈ 4 പേരും കഴിഞ്ഞ് 5ാമത് ആ വീട്ടിലേക്ക് എത്തുന്ന ആളിലൂടെയാണ്. ഈ 4 പേര് അവിടെ ഉണ്ട്. ഈ 4 പേര് കഴിഞ്ഞ് 5ാമത് ഒരാൾ ആ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് സിനിമ ആരംഭിക്കുന്നത്. സിനിമ ഈ 5ാമത്തെ ആളിലൂടെ പല ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലോട്ട് വെക്കുന്നുണ്ട്. അതിലൊന്നും ഉത്തരം കിട്ടുന്നില്ല നമുക്ക്. ഉത്തരം കിട്ടുന്നില്ല. അപ്പൊ ഞാനിത് ഈ സിനിമ കണ്ടു. ഞാൻ കണ്ട ശേഷം പിന്നെ നമ്മൾ ചുറ്റുമുള്ള ഒരുപാട് പേര് സിനിമ കണ്ടവരുമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അതാണ് ഇത്രയും ദിവസം ഇത് ഡിലേ ആയത്. ഇത്രയും ദിവസം നമ്മൾ ഇതിനെക്കുറിച്ച്, ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ ഡിലേ ആയത് അതുകൊണ്ടാണ്. നമ്മളൊരു മൂവി റിവ്യൂ ആരംഭിക്കുന്നതിനെ കുറിച്ച് കുറെ കാലം മുമ്പ് തന്നെ ആലോചിച്ചതാണ്. അത് പതിയെ പതിയെ ഘട്ടം ഘട്ടമായിട്ടേ അത് നമുക്ക് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. നമ്മൾ പറയുന്നത് എത്രത്തോളം അത് നന്നായി പഠിച്ചിട്ടൊരു വിഷയത്തെ പറയണം എന്നുള്ള ഒരു പിന്നെ ആഗ്രഹം കൊണ്ടാണ്. ഇതിലെ ഛായാഗ്രഹനും ഇതിന്റെ തിരക്കഥാകൃത്തും ഒരാൾ തന്നെയാണ്. രണ്ടും ഒരാളാണ്. അദ്ദേഹം വളരെ ഛായാഗ്രഹൻ എന്നുള്ള നിലയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള മനുഷ്യരാണ്. ദെൻ ഇപ്പോൾ ആദ്യത്തെ തിരക്കഥയാണ്. തിരക്കഥ വളരെ വളരെ മനോഹരമായിട്ടുള്ള തിരക്കഥയാണ്. പക്ഷെ തിരക്കഥയിലെ കുറച്ച് പ്രശ്നങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്. ഇവർ തള്ളി എത്തിക്കുന്നതിന്റെ ടോപ്പ് വരെ ആ സിനിമയില്ല. ടോപ്പ് വരില്ല ആ സിനിമ എങ്ങനെയാണോ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ സിനിമ ഇതൊരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന സിനിമയാണ്. ആവറേജ് ഫിലിം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വൺ ടൈം വാച്ചബിൾ എന്നും പറയാൻ പറ്റില്ല. നമുക്കത് വീണ്ടും ആ സിനിമയെ പോയി കാണാൻ ചിലർക്ക് തോന്നിയേക്കാം. കാര്യം ഇതിന്റെ ബ്രില്യൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പിന്നെ ഒന്നുകൂടെ പോയി കാണാൻ. പിന്നെ ഇതിന്റെ ബ്രില്യൻസ് എന്ന് പറഞ്ഞ് തള്ളിമറിക്കുന്ന ഈ ഓർമ്മയില്ലാത്ത ആളുടെ കയ്യിലുള്ള പത്രം, ഒരു ന്യൂസ് പേപ്പർ, അതൊരു പഴയ ന്യൂസ് പേപ്പറാണ്. പഴയ ന്യൂസ് പേപ്പർ പലതവണ സ്ക്രീനിൽ വരുന്നുണ്ട്. ഇത് ലൂപ്പാണ്. ലൂപ്പിൽ പെടുന്ന ക്രൈം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ലൂപ്പിൽ പെടുന്ന ഒരു ക്രൈം, അതാണ് സംഗതി. നമുക്ക് ലൂപ്പ് നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ പറ്റില്ല. ഒരാൾക്ക് മെമ്മറി ഇല്ല, അത്രേ ഉള്ളൂ. പക്ഷേ ഈ കത്തിച്ച് കളയുന്ന പത്രം പിന്നെയും ഈ സിനിമ വരുന്നുണ്ട്. അത് ലൂപ്പിൽ പെട്ടു. ലൂപ്പെന്ന് പൂർണ്ണാർത്ഥത്തിൽ പറയുന്നില്ല. ലൂപ്പെന്ന് പറയുമ്പോൾ കത്തിച്ച് കളയുന്നുണ്ടോ? ആ പത്രം കത്തിച്ച് കളയും. പഴയ പത്രം കത്തിച്ച് കളയുന്നു. പിന്നെയും ആ പത്രം കത്തിച്ച് കളയും. പിന്നെയും സീനിൽ വരുന്നുണ്ട്. ആ പത്രം സീനിൽ വരുന്നുണ്ട്. എടാ മോനെ, ഒരു പത്രത്തിന്റെ തന്നെ പല കോപ്പികളുണ്ടല്ലോ. പല കോപ്പികളല്ല, ഇത് പഴയ ഒരു പത്രമാണ്. ഒരുപാട് വർഷങ്ങൾ ഉള്ളൂ. അത് പിന്നീട് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്താൽ പോലും അത് പത്രം അങ്ങനെ വരാൻ പറ്റില്ലല്ലോ. ഫോട്ടോസ്റ്റാറ്റ് എടുത്തേക്കിന് വരും. ഫോട്ടോസ്റ്റാറ്റ് വന്നാൽ പേപ്പറിൽ വരും. വെള്ള പേപ്പറിലല്ലേ പ്രിന്റ് ചെയ്ത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അതൊന്നുമല്ല നമ്മുടെ വിഷയം. ചെറിയ ചെറിയ ഫോൾട്ടുകളൊക്കെ എല്ലാ സിനിമയിലും. പഴശ്ശിരാജ സിനിമയിൽ മനോജ് കെ ജെയിൻ സിൽപ്പർ ഇട്ടുകൊണ്ടായിരിക്കും. പാരഗണ്ട സിൽപ്പർ. പഴശ്ശിരാജ സിനിമ എടുത്തു നോക്കിയത് അന്ന് പാരഗനില്ല. അതേപോലെ പിന്നെ ആകാശഗംഗ സിനിമയില് ഒരു സീനില് പിന്നെ ഇയാള് ഓടിക്കേറി പോകുന്നുണ്ട്. ആരാ? പിന്നെ ഇദ്ദേഹം ആ കൊലപാതകത്തിൽ ഉൾപ്പെട്ട ഈ ഇവരുടെ കൊലപാതകത്തിൽ പ്രേതം മരണപ്പെട്ട സമയത്തിൽ ആ കൊലപാതകത്തിൽപ്പെട്ട ഒരാൾ ഓടിപ്പോകുന്ന സമയത്ത് പിന്നെ ഇതുണ്ട്, ജിബോടുന്നുണ്ട് നിഴലില്, പ്രേതത്തിന്റെ പുറകെ ഫ്രെയിമിലുണ്ട്. പ്രേതത്തിന് നിഴലിരിക്കട്ടെ, പോട്ടെ, പ്രേതത്തിന് നിഴലുണ്ട്, ശരി, സംഭവിച്ചു. പ്രേതം മറ്റൊരാളുടെ ശരീരത്തിൽ കൂടിയതാണെന്ന നിലയിൽ പ്രേതത്തിന് ഇടയ്ക്കിടയ്ക്ക് നിഴൽ വന്നിരിക്കും. ഓക്കെ, ശരി, സമ്മതിച്ചു. ജിബിനെങ്ങനെ നിഴൽ വന്നു? അതൊരു ചോദ്യമല്ലേ. പിന്നെ നമ്മുടെ ഒരു പഴയൊരു സിനിമയുണ്ട്, നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ ഒരു ഇദ്ദേഹമൊക്കെ ആദ്യം വന്ന സിനിമ ആരാ? നമ്മുടെ മലർവാടിയിലെ പാട്ടിലും ഡാൻസിനും ഇടയിൽ വളരെ ബുദ്ധിപൂർവ്വം ഇത് ചില ബ്രില്യൻസ് കുത്തിക്കയറ്റുന്നുണ്ട്. SDP പരസ്യം കാണിക്കുന്നുണ്ട്. SDP യാത്രയുടെ ഒരു വലിയ ബോർഡിന്റെ മുകളിൽ കയറി ഇവരെ ഡാൻസ് ചെയ്യുകയാണ്. പഴയ പാട്ടെടുത്ത് നോക്കിയാൽ മതി. അത് ചില ബ്രില്യൻസ് നമുക്ക് കുത്തിക്കയറ്റാൻ നോക്കും. ഏതാ ഇങ്ങനെയുള്ള ഉടായ്പകള്, ഇങ്ങനെ പല പല കാര്യങ്ങളും വരും. ശരി, ഓക്കെ. ഇപ്പൊ ഇതിനകത്തുള്ള സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം നൽകാൻ സിനിമയ്ക്ക് ഒരുപാട് ചോദ്യങ്ങൾ സിനിമ നമ്മുടെ മുന്നിലോട്ട് വെക്കുന്നുണ്ട്. ഈ കഥാപാത്രം, ഈ 5ാമത് ആ വീട്ടിൽ വരുന്ന കഥാപാത്രം ഒരുപാട് ചോദ്യങ്ങൾ വെക്കുന്നുണ്ട്. പിന്നെ ഏതാണ്ട് ഈ ഇറക്കുമതി ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ആ ഗണ്ണ് ഏതാണ്ട് പിന്നെ 1.5 കിലോളം അതിന് ഭാരം വരും. ആ ഗണ്ണിന് 1.5 കിലോളം ഭാരം വരും. അതൊരു ചെറിയ കുട്ടി എടുത്തു വെച്ച് ടോപ്പിൽ ഇരിക്കുന്ന ഒന്നിലേക്ക് ഫയർ ചെയ്തിട്ടുണ്ട്. ടോപ്പിലേക്ക്, അതായത് ഗണ്ണ് ഇങ്ങനെ വെച്ച്
ടോപ്പിലോട്ട് വെച്ച് ഫയർ ചെയ്യേണ്ടി വന്നു. 1.5 കിലോ ഉള്ള ചെറിയൊരു കുട്ടിയാണ്. ആ കുട്ടി ആ കുഞ്ഞിനെ തോക്ക് ഉയർത്താൻ പറ്റില്ല. അങ്ങനെ എങ്ങനെ ഉയർത്താൻ പറ്റും? ഇത് പോയിന്റ് ബ്ലാങ്കിൽ ഉപയോഗിച്ചെങ്കിൽ ഓക്കെ, ശരി. ഇത് അങ്ങനെയല്ല. ടോപ്പിലിരിക്കുന്ന ഒരു വസ്തുവിലേക്ക് ഈ ഗൺ എടുത്ത് വെച്ച് ഫയർ ചെയ്തിട്ടുണ്ട്. അത് 1.5 കിലോളം. അത് ഇമ്പോർട്ട് ഉയർത്തിയാലും ബാലൻസ് ചെയ്യാൻ പറ്റില്ല. ബാലൻസ് ചെയ്യാൻ പറ്റില്ല. ഉയർത്താൻ പറ്റിയാലും ബാലൻസ് തെറ്റിപ്പോ. അത് കറക്റ്റ് ആയിട്ടാണ് ആ ഫയറിംഗ് നടക്കുകയും ചെയ്തിരിക്കുന്നത്. അതൊന്നുകിൽ ഈ സിനിമ അത് പ്രേക്ഷകരിലേക്ക് ഇട്ടുകൊടുക്കുന്ന ചോദ്യമാണോ എന്നതാണ് എന്റെ ഒരു സംശയം. പ്രേക്ഷകർ ഉത്തരവെല്ലാം കണ്ടുപിടിക്കട്ടെ എന്ന് വിചാരിച്ചാലോ? പ്രേക്ഷകർ ഉത്തരം കണ്ടുപിടിക്കട്ടെ എന്നുള്ള രീതിയാണോ എന്ന് എനിക്കറിയില്ല. കാര്യം ഇതില് ആ വീട്ടിലേക്ക് ഗസ്റ്റ് ആയിട്ട് വരുന്ന ഈ 4 കഴിഞ്ഞ് 5 കഴിഞ്ഞ് 6ാമത് ഇടയ്ക്ക് ഗസ്റ്റ് ആയിട്ട് വരുന്ന ഒരാള്, അയാൾ ഇതിലെ ഡെത്ത് മാത്രമേ കാണുന്നുള്ളൂ. അത് ഒരു പക്ഷേ മറ്റൊരാളായിരിക്കാം ഇത് ഫയർ ചെയ്തെന്നുള്ളൊരു തോന്നൽ വന്നോ എന്ന് എനിക്കറിയില്ല. മറ്റൊരാൾ ഈ പറയുന്ന വേറെ ആരെങ്കിലും ആണോ ഇതിൽ ഫയർ ചെയ്തിരിക്കുന്നത് എന്നറിയില്ല. പിന്നെ വസ്തുവിനോട് കുട്ടിക്ക് ഉണ്ടാവുന്ന പക, പക്ഷെ അത് വസ്തുവിനോട് കുട്ടിക്കാണ് പക ഉണ്ടാവേണ്ടത്. ആ ഇരിക്കുന്ന വസ്തുവിനോട് കുട്ടിക്കേ പക ഉണ്ടാവാൻ പാടുള്ളൂ. ആ ഫയർ ചെയ്യുന്ന കുട്ടിക്കേ പക ഉണ്ടാവുള്ളൂ. കാരണം കുട്ടിയുടെ കളിപ്പാട്ടം എടുത്തുകൊണ്ട് പോകുന്ന ആ വസ്തുവാണ്. സോ കുട്ടിക്കാണല്ലേ പക വരേണ്ടത്. അപ്പോൾ കുട്ടി തന്നെയാണ് ഫയർ ചെയ്തതെന്ന് സിനിമ പറയുന്നു. സിനിമ ആദ്യമേ പറയുന്നുണ്ട് ഒരു സാധനം അതാണ്. ഏതാ? കുട്ടിക്കാണ് അതിൽ ആ സാധനത്തോട് പക വരാൻ സാധ്യതയുള്ളത്. കാര്യം കുട്ടിയുടെ പ്രധാനപ്പെട്ട വസ്തുക്കളാണ് ഈ സാധനം എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പൊ കുട്ടിയെടുത്ത് ഫയർ ചെയ്തു എന്നുള്ള ഒരു സാധനം വരുന്നുണ്ട്. അത് എങ്ങനെ വരുന്നു എന്നൊക്കെയാണ് ഇതിന്റെ ഒരു പ്രശ്നം. അപ്പൊ ഈ തള്ളിമറിക്കുന്ന അത്ര ഇല്ല. തള്ളിമറിക്കുന്നതിന്റെ അത്രയും കിഷ്കിന്താകാണ്ഡമില്ല എന്ന് ഞാൻ പറയുന്നു എന്ന് സിനിമ കണ്ട ഒരു പ്രേക്ഷകൻ. ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ തള്ളിമറിച്ച് കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ ഒരു കാര്യം ഇങ്ങനെ തള്ളിമറിച്ച് കൊണ്ടുപോയതിന്റെ ഗുണമാണോ എന്ന് എനിക്കറിയില്ല. ഈ ബുധനാഴ്ച ബുക്ക് മൈ ഷോയിൽ 90,000-ലധികം ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത മലയാളത്തിലെ ആദ്യത്തെ സിനിമയായിട്ട് ഈ സിനിമ മാറിയിട്ടുണ്ട്. ആവറേജിന് മുകളിലാണ് സിനിമ നല്ല സിനിമയൊക്കെ തന്നെയാണ്. പക്ഷെ ഇവരുടെ ഈ തള്ളുണ്ടല്ലോ, ഈ പറയുന്ന ഈ റിവ്യൂവേഴ്സ് മൊത്തത്തിൽ വന്നിരുന്ന വട്ടം കൂടി എന്നുള്ള തള്ള്, ആ തള്ളിന്റെ അത്ര ഇല്ല. ശരി.